വേദ മാങ്ങ പറയൂ സാർ എത്ര രൂപയാ? മൂവാണ്ടൻ വേണം. നാടൻ നമ്മള് ഇല്ലത്തുനിന്ന് പറിച്ചത് നാടൻ വേണോന്ന് വെച്ചാൽ നോക്കാം. ഒരു ഇത് അച്ചാറുണ്ടാക്കി തരൂ. അച്ചാറ് പിന്നെ എണ്ണ വാങ്ങിയിടാൻ വേണ്ടിട്ടാ. എണ്ണ മാങ്ങ ഉണ്ടാക്കാൻ പോവാണ്. എന്നാ പോരൂ. ആവശ്യക്കാർ പറഞ്ഞോളൂ. ചെറുതാകുമ്പോ കടുമാങ്ങ ഉണ്ടാക്കാനും ചെയ്തില്ല അല്ലേ? പക്ഷെ ഇത് കടുമാക്കി ടേസ്റ്റ് ഉണ്ടല്ലോ. 400 റുപ്യ എന്തത്? എണ്ണ മാങ്ങ ഞാൻ കട്ടെടുത്ത് കൊണ്ടുപോയി അങ്ങനെ ഉണ്ടാക്കി ഇട്ട് വെച്ച് നോക്കണം എത്രത്തോളം ഇരിക്കുമ്പോ. യെസ്, ഇത് 2-3 വാടിയെണ്ണു കേട്ടോ. വാടിയതൊക്കെ വേഗം മാറ്റിച്ചോളൂ. ബാക്കിയൊക്കെ നല്ല സൂപ്പർ. അപ്പൊ അത് കഴുകി വെച്ചതാണ്. അപ്പൊ അതൊക്കെ നല്ല വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞിട്ട് വേണം അത് മുറുക്കാൻ. എണ്ണ മാങ്ങ ഇതൊരു 5-6 വർഷം വരെ കേട് വരാതിരിക്കും കേട്ടോ. അതെ. ഇതിന്റെ മുമ്പ് നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അങ്ങനെയല്ലേ? അതെ. മുത്തശ്ശിയുടെ കയ്യിലെന്താ ഉജാലയാണോ? ഉജാല. അത് നീളത്തിൽ നോക്കിയിടുകയാണ്. ഇങ്ങനെ നീളം മാങ്ങകളാണ് കേട്ടോ വേണ്ടത്. ഇനി ചെറുതാക്കണ്ട, കാരണം അതൊന്ന് ആവുമല്ലോ. നമ്മള് മാങ്ങയൊക്കെ നുറുക്കുകയാണ് കേട്ടോ നീളത്തിൽ. ഇങ്ങനത്തെ മാങ്ങ ഞാൻ നോക്കുന്നത് ആദ്യമായിട്ടാണ്. ഇതിന്റെ മുമ്പേ പ്രസീത പ്രാവശ്യം ഉണ്ടാക്കിയല്ലോ അല്ലേ? ഞാനൊരു പ്രാവശ്യം ഉണ്ടാക്കി. ഞാൻ ചെത്തുമാങ്ങ ഉണ്ടാക്കാറുണ്ട്. പഴുത്ത സ്വാദില്ല അമ്മ ഈ മാങ്ങ. നല്ല വാസന, നല്ല ചോണയൊക്കെ ഉണ്ടല്ലേ? ഞാൻ അടുത്ത പ്രാവശ്യമേ കുറച്ച് കടുമാങ്ങ, ഇതിപ്പോ മാങ്ങ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാ കടുമാങ്ങയൊക്കെ ഇട്ട് നോക്കാം. അപ്പൊ ഇത്രത്തോളം ഇരിക്കും. മുത്തശ്ശിക്ക് കടുമാങ്ങ കഴിഞ്ഞുള്ളൂ, വേറെ അല്ല. അതാ നമുക്ക് എല്ലാം പോയത് ഓർഡർ വന്നതല്ലേ. ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേട്ടോ. അമ്മ കുറച്ചുകൂടെ കട്ടിയിൽ നുറുക്കും. അമ്മ ഭയങ്കര മെലിഞ്ഞിട്ടാ നുറുക്കണത്. കൊറേ കൂട്ടുകാര് ചോദിക്കുന്നുണ്ട് മാങ്ങ ഉണ്ടോ മുത്തശ്ശി എന്ന് ഇപ്പോഴും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു. പക്ഷെ നമ്മളെ മാങ്ങയൊക്കെ കഴിഞ്ഞു കേട്ടോ. 1-3 ആക്കാൻ പാടുള്ളൂ അമ്മേ, അല്ലെങ്കിൽ നല്ലോണം അത് കുഴയുവേ. പഴുത്തണ്ണൂല്ലേ മുത്തശ്ശി? ഇതിപ്പോ നമ്മക്ക് തന്നെ ഉണ്ടാവുള്ളൂ. അതെ, എന്തായാലും നമുക്ക് ഉണ്ടാക്കാം. അത് കറക്റ്റാല്ലേ? ഇതൊക്കെ ചോണേ ചോണയുണ്ട്, നല്ല ചോണയത്. കൈ നോക്കും. 1-3 കേട്ടോ അമ്മ. പഴുത്ത് കഴിഞ്ഞാലും അതെ നല്ല ചോണയാ, നമുക്ക് കഴിക്കാൻ നല്ല പണിയാ പഴുത്തത്. അപ്പൊ പഴുക്കാൻ പറ്റില്ല തീരെ. നല്ല വാസനയൊക്കെ ഉണ്ട്. അതല്ലേ ഉലുവ മാങ്ങ, പിന്നെ അതുപോലെ കടുമാങ്ങ ഒക്കെ പറ്റും, എല്ലാം ഉണ്ടാക്കാൻ പറ്റും. ചെത്തുമാങ്ങ, നമ്മുടെ ചെത്തുമാങ്ങ എന്തായി? ഞാൻ ചെത്തുമാങ്ങ ഇന്നിപ്പോ മുളക് കൂട്ട് ഉപ്പൊക്കെ പിടിച്ചു, നന്നായിട്ട് തന്നെ മുക്കിയിട്ടു. മഴക്കാലത്തൊക്കെയാണ് ഇത് കഴിക്കേണ്ടത്, നല്ല സ്വാദാവും. ഇപ്പൊ ഈ ചൂടോണ്ട് ഒരു അച്ചാറും വേണമെന്ന് തോന്നില്ല. അങ്ങനെ ഒരു ഉപ്പിലിട്ടതിനോടും താല്പര്യമില്ല. കൊറേ വെള്ളം കുടിക്കുക, ഭക്ഷണം കഴിക്കലും കുറവല്ലേ. ചോറ് ഇന്ന് മുത്തശ്ശിയുടെ വക പൊടിയേരി ഉപ്പുമാവ്. പൊടിയേരി ഉപ്പുമാവും മാങ്ങാക്കറി. പണ്ട് അമ്പലത്തേക്ക് ഓർഡറുള്ള സമയത്ത് രാവിലെ അങ്ങനെ കിട്ടുമായിരുന്നു, നല്ല സുട പൊടിയേരി ഉപ്പുമാവ്. ഇപ്പൊ അമ്പലത്തേക്കൊന്നും ഇല്ലാത്തോണ്ട് സുട ആവില്ല അല്ലേ മുത്തശ്ശി? അതെ. പിന്നെന്തൊക്കെയാ? പിന്നെ ഉപ്പുമാവിലേക്ക് വേറെ എന്താ പറ്റുന്നത്? വേറെ ഇല്ലല്ലോ. മാങ്ങക്കറി തന്നെ മതി. പഴം വേവിച്ചതിന് പഴം ഉണ്ടോ മുത്തശ്ശി അവിടെ? പഴം വേവിക്കാം. എന്നാ അതുകൂടെ ആവാം, കുറയ്ക്കണ്ട ഒട്ടും. രാത്രിയാണ് അല്ല ഉപ്പുമാവല്ലേ, അത് ആകെ കുറച്ചല്ലേ എന്നാലും കഴിക്കാൻ പറ്റൂ. എന്നൊക്കെ ഞാൻ എങ്ങനെയുണ്ടേ? പഴുത്തുണ്ടേ, അതാണ്. പഴുത്തുമല്ല, വാടുന്നുണ്ട്. ചൂടല്ലേ. ഇന്നലെ റെഡിയൊക്കെ മേടിച്ചു. അപ്പൊ നമ്മള് സിനിമയ്ക്ക് പോയി. ആ മുത്തശ്ശി ഇപ്പൊ അതാ ചോദിക്കണ, എന്തിനാ ഇന്നലെ നമ്മൾ സിനിമയ്ക്ക് പോയത്? ആ സമയത്ത് റെഡി ആക്കിക്കൂടെ? കാരണം മിനിയാന്ന് പൊട്ടിച്ച ശരിക്കും ഇന്ന് പൊട്ടിച്ചതായിരുന്നു. അമ്മോനോട് ഞാൻ പറഞ്ഞാണേ. അല്ല ഇനി ഉണ്ടോ അതിന്റെ മുകളിൽ? ഇനി ഇല്ല, ഇനി ഉണ്ട്, പക്ഷെ മുകളിൽ അത് അച്ഛന് കിട്ടില്ല.
ഇതന്നെ ഇപ്പൊ അമ്മ മെലിയിപ്പിക്കരുത് കേട്ടോ. ഇല്ല. ഇതാ അമ്മൂ ആ ഇങ്ങനെ വെയിലിന്റെ ചൂടല്ലേ, അപ്പൊ ഇരുന്നാ വേഗം പാട്. അപ്പൊ അതാണ് അതൊക്കെ അന്നേക്കന്ന് തന്നെ ചെയ്ത് വെക്കണം എന്ന് പറയും. അതെ. അപ്പൊ നമ്മള് മാങ്ങയൊക്കെ നുറുക്കി വെച്ചോട്ടോ. അമ്മയെ കാണിച്ചോളൂ. എണ്ണ മാങ്ങ ഉണ്ടാക്കാൻ അതാ വേണ്ടിട്ട് ഇതൊക്കെ ഇതാ അതിൽ തന്നെ ഇങ്ങനെ വെള്ളം നല്ല ചുണയുള്ള മാങ്ങ കൊണ്ട് കണ്ടോ വെള്ളമൊക്കെ കയ്യൊക്കെ ഇങ്ങനെ പൊള്ളി നീറി അല്ലേ ചൊണയായിട്ട്. ഇനി അടുത്ത പ്രാവശ്യം ഇതിമ്മല് ഉണ്ടെങ്കിൽ ലേശം കടിമാങ്ങ ഇടുന്നുണ്ട് എന്തായാലും. അപ്പൊ ചുണയൊക്കെ ഉള്ളതാകുമ്പോ കൊറേ ദിവസം കഴിഞ്ഞാലേ നല്ല സാധനം. നല്ല മഴക്കാലത്തൊക്കെ നല്ല സ്വാദ് ഉണ്ടാവും. ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ. അപ്പൊ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം മുളക് പൊടി ഇതാ കാശ്മീരി മുളക് പൊടിയും ഈ മുളക് പൊടി രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ചൂടാക്കി എടുക്കാം കേട്ടോ. ഇത് പൊട്ടിക്കണം പേക്ക് ഇവിടെ മുളക് പൊടിയും ചൂടാക്കി എടുക്കാം. മുത്തശ്ശിയാണ് ഇവിടെ ഗ്യാസ് കത്തിക്കുന്നത്. അത്ര തന്നെ കുറയുള്ളൂ. അത് കുഴപ്പമില്ല. ഞാൻ ഓഫാക്കാൻ നിൽക്കണ്ടോ? അതൊന്നോട് ചൂടായിട്ട് മുളക് പൊടി ഇട്ടിട്ട് ഓഫ് ചെയ്താൽ മതി. അമ്മ ഇനിയിപ്പോ ഓഫ് ആവേ. ഇങ്ങനെ പാലുന്നുണ്ട് കേട്ടോ. ഓഫ് ആവും കേട്ടോ. വേഗം കത്തിക്കൂ ഒന്നും കൂടെ. മുളക് പൊടിയുടെ പാത്രം മതി മതി അത്ര മതി. വല്ലാതെ ബുദ്ധിമുട്ടാന്നേ ഉണ്ടാക്കാൻ കരിഞ്ഞു പോകും പെട്ടെന്നേ. നമ്മളിന്ന് രാത്രിയാണ് ഇതൊക്കെ ഉണ്ടാക്കണത്. സമയം ഉണ്ടായില്ല. എന്താ അറിയോ, പകല് ഒരു 12 മണി കഴിഞ്ഞാല് എല്ലാവർക്കും ചൂടുകൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ വീഡിയോ ഒക്കെ മോശമായി വന്നു. അതെ അതെ. ചുമ. മറ്റേ മുളക് പൊടി ഇനി കാശ്മീരി മുളക് പൊടി ഇടാം. അതെന്തായാലും ആ പാക്കറ്റ് മുഴുവൻ വേണ്ടി വരും. അധികം വേണ്ട. ഇത് മതി. അമ്മക്ക് കാശ്മീരിനോട് വലിയ ഇഷ്ടമില്ല തോന്നണു. അപ്പൊ ഞാൻ പറഞ്ഞില്ല അന്ന് കയ്പുണ്ടാവുന്ന ചിലപ്പോ. അതെന്താ മുത്തശ്ശി അങ്ങനെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് അപ്പൊ ഇതൊന്ന് എണ്ണ ഒഴിക്കാതെയാണ് കേട്ടോ ഒന്ന് വറുത്തെടുക്കാം. ചൂടാക്കി എടുക്കാം. വറുക്കല്ല. അപ്പൊ നമ്മളെ മുളക് പൊടിയൊക്കെ ഒന്ന് ചൂടായിട്ടോ ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പൊ ഇനി കുറച്ച് ഈ പണികളൊക്കെ അമ്മക്ക് വിട്ടു കൊടുത്തു. വിട്ടുകൊടുക്കുന്ന നിലയ്ക്ക് കോരിയിട്ടല്ല. അല്ലെങ്കിൽ രണ്ടും കൂടി ആകുമ്പോ അത് ബുദ്ധിമുട്ടാവും. കുറച്ച് ഒഴിച്ചോളൂ. കുറച്ചും കൂടി മാങ്ങയുണ്ട്. എണ്ണ നല്ലോണം വേണം. അതങ്ങനെ ഉണ്ടാക്കി നോക്കാത്തോണ്ടേ. അമ്മ ഇത് എവിടുന്ന അമ്മക്ക് റെസിപ്പി കിട്ടിയേ? അമ്മ പറഞ്ഞെന്ന് അങ്ങനെ കോരിയിട്ടുള്ള അമ്മ. ഞാൻ അന്തം മുട്ടിരിക്കുന്നു. എന്താ മുത്തശ്ശി സ്വപ്നം കാണണോ? അല്ല. എന്റെ നേരല്ലേ തുടങ്ങി. സ്വപ്നം കാണാതെ നേരായി തുടങ്ങി. മുത്തശ്ശിയുടെ ഉറക്ക ടൈമാണ്. അതന്നെ. വെള്ളം ഊറ്റിട്ടേക്കമ്മ. നമ്മൾ ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചതാണ്. ഒന്ന് വെള്ളം ഊറ്റിയെടുത്തിട്ട് ഇട്ടാല് എളുപ്പമാവും. പിന്നെ നല്ലെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണ എടുക്കുക ചെയ്യരുത്. നല്ലെണ്ണയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത് നല്ല നീന്റെ പേടി വരില്ല, കാറില് വരില്ല. അതെ. രാത്രിയൊന്നേ ഈ ലൈറ്റിന്റെ ചൂടിൽ ഇരിക്കാൻ വല്ല തോന്നേ ചൂട് ഭയങ്കരമാണ്. അപ്പൊ അമ്മു പേര് കഴുകി വിളക്കോത്താൻ വേണ്ടിയും പക്ഷെ മേ കഴുകി. അപ്പൊ പിന്നെ ഇപ്പൊ ആദ്യം ചൂട് തുടങ്ങി. ഇനിയിപ്പോ ഈ പണി കഴിഞ്ഞ് ആദ്യം വെള്ളം എടുത്ത് കോരി ഒഴിക്കണം. ഇന്നലെ എന്താ ചെയ്തത് ഞാൻ അറിയോ? മോട്ടർ അടിച്ചു, അടിച്ചു. അപ്പൊ ഓസിട്ടിട്ടേ നല്ല തണുത്തോളം കിട്ടി. അവക്ക് ഇങ്ങനെ വറക്കണ പോലെ അത്രയും തണുപ്പ്. അതെ അതെ. മുത്തശ്ശി ലക്കിയ. ചൂട് കാലത്തും കൂടെ മുത്തശ്ശി വറക്കണം. കുഞ്ഞുവാവി അതിലാണ് മേക്കഴിഞ്ഞത്. എന്താ കുഞ്ഞാവ ഇന്ന് പറഞ്ഞു അത് മതി അമ്മ എന്നൊക്കെ പറഞ്ഞു. കുഞ്ഞാവൊക്കെ 11 മണിക്ക് ഉറങ്ങൂലേ? എവിടെ കിടക്കാറ് കുറച്ച് ദിവസമായിട്ട്? പറയൂ. മാവയോ അമ്മൂട്ടിയുടെ അടുത്ത്. അപ്പൊ നമ്മള് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. എന്താന്ന് വെച്ചാല് നമ്മൾ ഉപ്പ് വെള്ളം എന്തോ അത്രയില് ബാക്കിയുണ്ട് കോരിയെടുത്തപ്പോൾ. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പൊ ഉപ്പ് പൊടി നല്ല ഇളക്കി കൊടുക്കാം. മുത്തശ്ശി കല്ലുപ്പ് പൊടിച്ചതാ?
അല്ല പക്ഷെ കടുമാങ്ങയ്ക്കാണ് അങ്ങനെ ചെയ്യാറ്. അപ്പൊ നമ്മള് മുളക് പൊടിയൊക്കെ ഇട്ട് റെഡിയാക്കിട്ടോ എല്ലാവരും നല്ലോണം ഇളക്കി കൊടുക്കാം. ഈ റെസിപ്പി പെരുമ്പാവൂരത്തെ അമ്മയാണ് എനിക്ക് പറഞ്ഞു തന്നത്. അതെ, അമ്മയാണ് എനിക്ക് പറഞ്ഞു തന്നെ. അതെ, അമ്മ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ് അല്ലേ? അവിടുത്തെ ഉപ്പിലിട്ടതിന്റെ ഫാനാണ് ഞാൻ. അതെ, നല്ല സാധാരണ ഉണ്ടാക്കുമ്പോ. അപ്പൊ നമുക്ക് ഓഫ് ചെയ്യാം. അല്ല, ഈ സൈഡിലത്തെ ആക്കുമ്മേ. നല്ല നിർത്തിയിട്ടാക്കാന്ന് വെച്ചിട്ടാ. ഓഫ് ചെയ്തോളൂ. ഗ്യാസ് ഓഫ് ചെയ്യായി. എളുപ്പമാണ്, വലിയ പണിയൊന്നുമില്ല. പിന്നെ നമ്മളുടെ ഒരു സീക്രട്ട് മസാലപ്പൊടി ഉണ്ട്. പിന്നെ അതുപോലെ കായം പൊടിച്ചതുണ്ട്. കായം പൊടിച്ചത് നമ്മൾ നാളെ ഇടണുള്ളൂ. നമ്മൾ നാളെ ചേർക്കുള്ളൂ കേട്ടോ. സീക്രട്ട് മസാലപ്പൊടി വറുത്ത് അമ്മീമ പൊടിക്കണം. മിക്സിയുടെ ചാറിൽ പൊടിച്ചാല് മിക്സി കേടുവരും. അപ്പൊ അതുകൊണ്ട് നാളെ ആക്കാന്ന് വെച്ചു. ഇതാ നമ്മളെ സീക്രട്ട് പൊടികൾ. ഇത് അത്യാവശ്യം ഇടണം, എന്നാലേ അതിന്റെ ആ ജീരകത്തിന്റെ ഒക്കെ ഒരു ടേസ്റ്റേ. സീക്രട്ട് പൊടിയാണ്. അതിൽ നമ്മൾ ജീരകം ചേർക്കണുണ്ട്. പിന്നെ നമ്മളിത് സെയിൽ ചെയ്യാനൊക്കെ ഉദ്ദേശിക്കണോണ്ട് നമ്മൾ ബാക്കിയൊന്നും ഇപ്പൊ അങ്ങോട്ട് പറയണില്ല വിസ്തരിച്ചിട്ട്. അല്ലേ അമ്മേ? പറയണില്ലേ ഉള്ളൂ കേട്ടോ. അതെ, ഇപ്പൊ തന്നെ എന്താ വാസന, ഇപ്പൊ തന്നെ കൂട്ടാൻ തോന്നുന്നു. അതെ, ഇതൊന്നും ഇരിക്കണം കേട്ടോ, എന്നാലും അതിന്റെ കറക്റ്റ് ടേസ്റ്റ് അതിലേക്ക് പിടിക്കുള്ളൂ. നമ്മള് സാധാരണ ഇൻസ്റ്റന്റ് മാംഗോ പിക്കിൾ ഉണ്ടാക്കില്ലേ, അപ്പോഴത്തേക്ക് ഉണ്ടാക്കണത്. അതെ, അതുപോലെയല്ല അമ്മ. ഈ സൈഡിലത്തെ ഒന്നും ആയിട്ടില്ല കേട്ടോ. നല്ല ആ സൈഡിൽ കുറച്ച് ഇളകാണ്ട്. നമ്മള് കുറച്ചും കൂടി പൊടി ഇട്ടു കേട്ടോ. നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഇനിയും ചേർക്കാം. അതെ, എത്തിയിട്ടുണ്ട് ആള്. തിരുമേനി അച്ഛനാണ് മാങ്ങയൊക്കെ നമുക്ക് പൊട്ടിച്ച് തന്ന് സഹായിച്ചത്. അതെ, തിരുമേനി എത്തി. തിരുമേനി എന്താ പരിപാടി? തിരുമേനിയാണ് ലേഖനം പറഞ്ഞു കൊടുക്കുന്നത്. അത് പിന്നെ ഉണ്ടാക്കുന്ന രീതികളൊക്കെ എല്ലാം നമ്മളിങ്ങനെ തട്ടുകൊണ്ട് ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുന്നത് ഉണ്ടാക്കലൊക്കെ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാംഗോ പിക്കിളാണിത്. ആവശ്യക്കാരുണ്ടെങ്കിൽ പിന്നെ ബുക്ക് ചെയ്തോളൂ. പത്താഴ്ച നമ്മളെ അക്കൗണ്ടിൽ കഴിച്ചോളൂ. മുതലാളി നമ്മളാണ്. ഏതാണ് അത് പറയാനാണ് വന്നത്. മാങ്ങയുടെ മുതലാളി നമ്മളാണ്. കാരണം മാങ്ങ നമ്മളതാണ്. മാങ്ങ അമ്മയുടെയാണേ. അമ്മയുടെ 5.5 സെന്റിലെ മാങ്ങയാണ്. എണ്ണ വേണം. എണ്ണയുടെ മുതലാളിയാണ് അച്ഛൻ. എണ്ണ മാങ്ങ എന്ന് പറയുമ്പോ പിന്നെ എണ്ണ ഉപ്പ് കുറച്ചും നല്ലത് വാങ്ങിക്കേണ്ടി വരും. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര? അപ്പൊ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.